ഇന്നത്തെ യാത്രയുടെ ലക്കി സ്റ്റാർ നമ്മളെ പെട്രോൾ വണ്ടിയായ ടൊയോട്ടോ കോളീസ് ആണ് കേട്ടോ. ആദ്യ ഡ്രൈവിംഗ് സീറ്റിൽ അനിത് ബ്രോയാണ്, പിന്നെ വിജയൻ, പിന്നെ ഞാനും ഉദയേട്ടനും ബെയ്സലേട്ടനും ഹെറിക്സൺ ചേട്ടൻ, ആൽബിനോ ചേട്ടൻ. ഞങ്ങളിങ്ങനെ 8 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇപ്പോൾ കാറിലുള്ളത്. വണ്ടി സ്റ്റിയറിംഗ് സുരേഷ് ഏട്ടൻ ഏറ്റെടുത്തു. കാരണം സുരേഷ് ഏട്ടന് ഒരു നൊസ്റ്റാൾജിയ ഫീൽ വന്നതുകൊണ്ട് ഇന്നുള്ള ഫുൾ ഡ്രൈവിംഗ് സുരേഷ് ഏട്ടൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ മൊത്തം പാട്ടും ചിരികളും ഡാൻസും തമാശകളൊക്കെ ആയിരുന്നു. മൊത്തത്തിലൊരു എൻഡ്ലെസ് വൈബ് തന്നെയായിരുന്നു ഈ കാറിനകത്ത് മൊത്തം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിഡൻ മൂവ്മെൻറ്റ് ബൈ നിവിൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മളെവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കണേന്നല്ലേ. ഇന്ന് നമ്മൾ പോകുന്ന ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പാണ്. നമ്മൾ വിജയൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ചതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് വണ്ടി റെഡിയാക്കി ഒരു 8 പേരടങ്ങുന്ന യാത്രയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മളുടെ എൻട്രിയാണ് ഇവിടെ കാണുന്നത്. ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റിസോർട്ടിലോട്ടുള്ള യാത്രക്കിടയിൽ നമ്മൾ ചെറിയൊരു സ്റ്റോപ്പിനെ നേരെ കോളം ബീച്ചിലോട്ടാണ് കാർ തിരിഞ്ഞെത്തിയത്. കടലിൻ്റെ ആ മനോഹര ഭംഗിയും തിരമാലകളുടെ ശബ്ദവും കാറ്റിൻ്റെതായ തണുപ്പും എല്ലാം ചേർന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമുക്ക് എപ്പോഴും കോവളത്തിൽ നിന്ന് കിട്ടാറ്. നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നമ്മളെല്ലാ വർഷത്തിലും നമ്മളുടെ ഈ ഒരു സ്റ്റാഫ് മെമ്പേഴ്സൊക്കെ നമ്മളിതേപോലെ ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നതാണ്. കാലൊക്കെ നനച്ച് കുറേ നേരം കടൽക്കരയിൽ ചിലവഴിച്ചു. അതിനിടയിൽ കുറേ മനോഹരമായ ഫോട്ടോസും വീഡിയോസും എടുത്തു. കാരണം നമുക്കതാണല്ലോ എപ്പോഴും വേണ്ടതും. നമ്മളുടെ ലൈഫിൽ നമ്മളിങ്ങനെ പോകുന്ന ഓരോ നിമിഷങ്ങളും നമ്മളുടെ ഓർമ്മകളാണ്. അത് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും നമ്മളെപ്പോഴും കളക്ട് ചെയ്ത് വയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഇടേടാ ഒരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. വഴിയിൽ വിഴിഞ്ഞ ഹാർബറിൻ്റെ സൈഡ് വ്യൂ കാണാനായിട്ട് നമ്മളവിടെ ഇറങ്ങി. അവിടെ കുറച്ച് നേരം വിശേഷങ്ങളും ചിന്തകളും പങ്കുവച്ചു. നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കാരണം വിഴിഞ്ഞത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു കടലിൻ്റെ തീരങ്ങളും പാറയിലൂടെ തിരമാലകൾ വന്നടിക്കുന്നതും, പിന്നെ അതേപോലെ തന്നെ ഹാർബർ സൈഡിലെ ആ ഒരു കല്ലുകളുടെ ദൃശ്യങ്ങളും ആ ബോട്ടും അതിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാൻ നല്ലൊരു വ്യൂ ആണ് ഈ വിഴിഞ്ഞം, ഈ ഒരു സൈഡ് വ്യൂ. എവിടെ പോവാ? വഴിയോര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരുടെയും മനസ്സ് ശരിക്കും ഒന്ന് ശാന്തമായി. അതോടൊപ്പം തന്നെ കാറിൻ്റെ ഉള്ളും ശാന്തമായി. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനാണ്. ഏകദേശം ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. പൂവാർ ഫീനിക്സ് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ഏരിയയിലെത്തി വണ്ടി പാർക്ക് ചെയ്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പാർക്കിങ്ങിനായി നല്ല സെക്യൂരിറ്റി സൗകര്യം ഉണ്ടായിരുന്നതിനാൽ ഒരു ആശ്വാസം തന്നെയായിരുന്നു. ഒന്നോ വാ വാ വാ
എല്ലാവരും കാറിൽ നിന്ന് ലഗേജ് കാര്യങ്ങൾ എടുത്തതിന് ശേഷം ബേസിലായിട്ടും സ്പീക്കറും മൈക്കും ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്കവിടെ പാട്ടും ഡാൻസും ആയിട്ട് നമ്മളെ റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനാണ്. നമ്മളെല്ലാവരും ബോട്ടിൽ കയറിയതിന് ശേഷം ബോട്ട് സ്റ്റാർട്ടായി. ഏകദേശം 5 മിനിറ്റ് മാത്രമേ ഇവിടെ നിന്ന് അക്കരയ്ക്ക് ബോട്ട് യാത്രയുള്ളൂ എന്നാണ് പറയുന്നത് നമ്മളെ റിസോർട്ടിലെത്താൻ. ഈ കാണുന്നതാണ് റിസോർട്ടിലേക്കുള്ള വഴി. ഒരു വശം വെള്ളവും മറുവശം മരങ്ങളും കാടും ചേർന്ന ഒരു ചെറിയ നടപ്പാതയാണ്. വളരെ മനോഹരമായ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കിട്ടുന്നത്. റിസോർട്ടിൻ്റെ എൻട്രൻസ് വളരെ നന്നായിരുന്നു. ഇവിടെ പലതരത്തിലുള്ള സ്റ്റേ ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ മേക്ക് മൈ ട്രിപ്പ് വഴിയോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, എമൗണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും റൂമിൻ്റെ. നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ലെഫ്റ്റ് സൈഡുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ചെക്കിങ് ഏരിയയും ഇവിടുത്തെ കിച്ചൺ ഏരിയ എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അനിത്യ ബ്രോയാണ് ഇവിടെ നിന്ന് ബുക്ക് ചെയ്തത്. അപ്പോൾ മുൻകൂട്ടി നേരത്തെ ബുക്ക് ചെയ്തത് കാരണം പേയ്മെൻറ്റ് ഫോർമാലിറ്റീസ് ഒന്നും വേഗം കഴിഞ്ഞ് കിട്ടി. നമുക്ക് ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ കീ വാങ്ങിച്ച് നേരെ റൂമിലോട്ട് നടന്നു. രാവിലെ 11 മണി മുതൽ അടുത്ത ദിവസം 11 മണി വരെ, അതായത് 24 മണിക്കൂറാണ് ഇവരുടെ ബുക്കിംഗ് സമയം നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മൾ റൂമിലോട്ടുള്ള വഴി. റൂമിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. യാത്രയുടെ ക്ഷീണം മാറ്റാൻ അതൊന്നും മതി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ. നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂമിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ. ഓക്കെ, 2 റൂമുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള റൂമായിരിക്കണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 8 പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഓരോ റൂമിൻ്റെ അകത്ത് നിന്ന് മറ്റൊരു റൂമിലോട്ട് പോകാൻ പറ്റണം. അങ്ങനത്തെ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് നമ്മളെ റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ. 2 വലിയ റൂമുകൾ കണക്ട് ചെയ്യാൻ പറ്റിയ സെറ്റപ്പാണ്. പിന്നെ AC, TV, ബെഡെല്ലാം ക്ലീനാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് പറ്റിയ സൂപ്പർ സെറ്റപ്പാണ്. റൂമിൽ കയറിയതും എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കിട്ടുമെന്ന് നമ്മൾ ഓർഡർ ചെയ്ത കാരണം തന്നെ ആർക്കും പിടിച്ചു തീർക്കാൻ പറ്റിയില്ല. നമ്മൾ എവിടെ നിന്നാണോ എൻട്രൻസിൽ കയറിയത് അവിടെ തന്നെ നമ്മൾ തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ലഞ്ച് ബിരിയാണിയാണ്. നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു ബിരിയാണി ഇവിടുത്തെ. ബിരിയാണി മാത്രമല്ല, ഐസ്ക്രീമും നമ്മൾ ഓർഡർ ചെയ്ത ലിസ്റ്റിലുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ബിരിയാണി കഴിച്ചതിൻ്റെ പവറാണെന്ന് തോന്നുന്നു. എല്ലാവരും സ്റ്റാർട്ടിങ് ലെവൽ തന്നെ നല്ല ആക്റ്റീവായി. പിന്നെയും മൊത്തത്തിൽ അവിടെ പാട്ടും ഡാൻസും ഉദയേട്ടൻ്റെ കുറച്ച് കളിത്തമാശകളും, അങ്ങനെ മൊത്തത്തിൽ അനിത്തേട്ടൻ്റെ പാട്ടും, ബേസിലേട്ടൻ, വിജയൻ, സുരേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും അവിടെ എൻജോയ് ചെയ്തു. ഞാനും മൊത്തത്തിൽ, കാരണം ഇതിൻ്റെ ദൃശ്യം പകർത്തുന്നത് ഞാനായതുകൊണ്ട് തന്നെ സ്ക്രീനിലോട്ട് പറഞ്ഞത് വളരെ കുറവായിരുന്നു.
നമ്മളുടെ ഭക്ഷണവും പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പൂളിലോട്ടാണ്. അവിടെ ഒരു വേറിട്ട വൈബായിരുന്നു. ഞാൻ ഈ ട്രിപ്പിൽ വരുമ്പോൾ തന്നെ വിചാരിച്ചൊരു സ്പെഷ്യാലിറ്റിയാണ്, ഞാനൊരു പുതിയ ഡ്രോൺ വാങ്ങി അതൊന്ന് പറത്തി ഇതിൻ്റെ വിഷ്വലൊന്ന് എടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ മേടിച്ച ഒരു പുതിയ ഡ്രോണാണ്. അപ്പം അത് പറത്തി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ഷോട്ടുകൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നു. ഡ്രോണ് പറത്തുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു. നമ്മൾ അതിനുശേഷം വെള്ളത്തിൽ ഒത്തിരി വോളിബോൾ കളികളും പിന്നെ നീന്തൽ മത്സരങ്ങളും ഡൈവിങ് അങ്ങനെ മുഴുവൻ ആ വെള്ളത്തിൽ ഫുൾ ടൈം ആഘോഷമായിരുന്നു. മണിക്കൂറുകൾ തന്നെ ചിലവഴിച്ചു ഈ ഒരു വെള്ളത്തിൽ. നമ്മളെ പൂളിൻ്റെ ഈ ഒരു വാട്ടർ അവർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് അവർ ക്ലീൻ ചെയ്തായിരുന്നു.
ഇത്ര എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആ പൂളിൻ്റെ പുറം സൈഡിൽ ഗ്രിപ്പില്ലാത്ത ഇൻ്റർലോക്കുകളും ടെയിൽസുമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 ആളുകളും അവിടെ വഴുതി വീണു. ഗ്രിപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വഴുതൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അവിടെ വീണു തുടങ്ങി. ലാസ്റ്റിൽ വീണ ബേസിലേട്ടിന് കുറച്ച് സീരിയസ് ആയിരുന്നു. പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബേസിലേട്ടൻ ഓക്കെ ആയി. ഇനി അതിൽ അവിടെ നിൽക്കല്ലേ. പൂളിലെ ആഘോഷങ്ങളും കളികളും ചറുകി വീഴലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഡോർ ഗെയിംസ് ഏരിയയിലോട്ട് പോയി. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇൻഡോർ ആക്ടിവിറ്റി ഹാള്. ഇവിടെ ഈ കാണുന്ന പോലെ ചെസ് ബോർഡുണ്ട്, പിന്നെ ക്യാരം ബോർഡുണ്ട്, അതുപോലെ തന്നെ ഫൂസ് ബോളുണ്ട്. നമ്മളിപ്പം ഫൂസ് ബോൾ കുറച്ച് കളിച്ചതിന് ശേഷം ക്യാരം ബോർഡിലോട്ട് തുടങ്ങി. ക്യാരം ബോർഡ് എല്ലാവരും 4 പേരായിട്ട് കളിക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം അതിലോട്ട് സമയം സ്പെൻഡായി. ഇൻഡോർ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. സമയം സന്ധ്യ കഴിഞ്ഞു. നമ്മൾ റൂമിലോട്ട് വന്നു. ചീട്ട് കളി തുടങ്ങി എല്ലാവരും. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഒത്തിരി സമയം വൈകിപ്പോൾ ഏകദേശം 9 മണിയോളമായി. നമ്മൾ ഡിന്നർ ഹാളിലോട്ടാണ് പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ്. നമ്മളല്ലാതെ തന്നെ മറ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. അവർ വന്ന് ഇവിടെ ബുക്ക് ചെയ്തു സ്റ്റേ ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഫുൾ അവരായിരുന്നു പൂളിൽ മൊത്തം. അവർ ആക്ടിവിറ്റീസ് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു. പക്ഷെ ചപ്പാത്തി പുറത്തു നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്ര നന്നായിരുന്നില്ല, കാരണം കരിഞ്ഞു പോയി. അതിൻ്റെ ഒരു നീരസം ഉണ്ടായിരുന്നു. അതത്ര ശരിയായില്ല. നമ്മളത് കാര്യം അവരോട് വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു. രാത്രി റൂമിൻ്റെ വെളിയിലാണ് ഈ കാണുന്ന പരിസരം എന്ന് പറയുന്നത്. മുന്നിലെ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി കരോക്കെ വെച്ചുള്ള പാട്ടുപാടലും കാര്യങ്ങളും കലാപരിപാടികളായിരുന്നു. നമ്മളെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും. കാരണം സന്തോഷിക്കുക. നമ്മൾ അടുത്ത വർഷം അടുത്ത ട്രിപ്പ് പോകുന്നവരെ ഇതൊരു ഓർമ്മയായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളാരും വലിയ പാട്ടുകാരോ ഡാൻസുകാരോ ഒന്നുമല്ല. എന്നാലും ഇതൊരു ഓർമ്മയായിരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അവരാൽ കഴിയുന്നത് അവരാൽ ചെയ്യാൻ ശ്രമിച്ചു. അത് നന്നായി തന്നെ പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കിടക്കാൻ എല്ലാവരും എത്തിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. ഇതാണ് അടുത്ത ദിവസം രാവിലത്തെ അവസ്ഥ. ഇന്നലെ ആവശ്യത്തിൻ്റെ ക്ഷീണം കാരണം റൂമിൽ ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ രാവിലെ പൂൾ സൈഡിലോട്ട് വന്നു. കാരണം ഡ്രോൺ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇത് മൊത്തം സിംഗിൾ ഡ്രോൺ ഷോട്ടാണ് കേട്ടോ, വേറെ ആരും എടുക്കുന്നതല്ല. ഈ ഡ്രോണിൽ തന്നെ കുറേ സെൽഫ് മോഡുകളുണ്ട്. അപ്പോൾ ആ സെൽഫ് മോഡുകൾ ഓൺ ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് ഇതൊക്കെ.
സെൽഫ് മോഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ ഡ്രോൺ RC കൺട്രോളായിട്ട് കണക്ട് ചെയ്തായിരുന്നു. കാരണം RC കൺട്രോളായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ലോങ് ഡിസ്റ്റൻസും ഹൈലി അതിൻ്റെ ഒരു ഹൈറ്റ് വ്യൂ നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ RC ആയിട്ട് കണക്ട് ചെയ്ത് ഞാൻ ആ ഒരു ഡ്രോണ് നമ്മളുടെ ഈ ഒരു ഫീനിക്സ് റിസോർട്ടിൻ്റെ ഏരിയൽ വ്യൂ, അതായത് സ്കൈ ഏരിയ മൊത്തത്തിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ പോവുകയാണ് ഈ റിസോർട്ടിൻ്റെ. ഈ കാണുന്ന റൊട്ടേഷൻ മൊത്തം ഞാൻ നിൽക്കുന്ന ആ പൂൾ സൈഡിൻ്റെ റൊട്ടേഷൻ വ്യൂ ആണ് കാണിക്കുന്നത്. then ഇനി കുറച്ച് അപ്പർ വ്യൂ ആയിട്ട് അതിൻ്റെ മേളിലുള്ള സീനുകളും സ്കൈയും ആ ഒരു പുഴയുടെ ഒഴുക്കും പുഴയുടെ ഭംഗിയും അത് നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിൻ്റെ സീനാണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ പൂവാറിൻ്റെ മെയിനായിട്ടുള്ള ഗോൾഡൻ ബീച്ചാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മൾ ബോട്ട് ഇറങ്ങി ഈ വന്ന ഒരു എൻട്രൻസ് ഏരിയയുടെ ബ്രിഡ്ജാണ് ആ സൈഡിൽ കാണുന്നത്. അതിൻ്റെ കായൽ സൈഡും ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഡ്രോൺ ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ലാൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ വിജയനും ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്താനായിട്ട്. പിന്നെ വിജയന് ഞാനായിട്ട് ഇതിലെ സെൽഫ് മോഡുകളൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഡ്രോണി വ്യൂ ആണ്. ഡ്രോണി വ്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു നിശ്ചിത ആംഗിളിൽ കുറച്ച് ദൂരോട്ട് ഹൈറ്റിൽ പോയതിനു ശേഷം തിരിച്ച് നമ്മളെ ഏരിയയിലോട്ട് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഈ ഒരു സെൽഫ് മോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് സർക്കിൾ മോഡാണ്. നമ്മൾ ഈ ഒരു സർക്കിൾ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു നിശ്ചിത ദൂരത്തിൽ ഇത് നമ്മൾ സർക്കിൾ ചെയ്ത് വരും. മൊത്തത്തിൽ ഒരു 360 ആംഗിളായിട്ട്. ഒത്തിരി സെൽഫ് മോഡുകൾ ഈ ഡ്രോണിലുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യാൻ നിന്നില്ല. കാരണം നമുക്ക് സമയമായതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ റൂമിലോട്ട് പോയി. നമ്മളെ ഫോട്ടോഷൂട്ടും വീഡിയോ റെക്കോർഡെല്ലാം കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി ബാക്കി എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഏരിയയിലോട്ട് പോയി. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിരുന്നു. ദോശയും ഇഡലിയായിരുന്നു. അതിനുള്ള ഗ്രേവിയും കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായത് നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്തായിരുന്നു. കാരണം നല്ലതും മോശമൊക്കെ നമ്മൾ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് ഓപ്പണായിട്ട് പറയണമല്ലോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് 11 മണിക്കാണ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം. നമ്മൾ അവിടെ നിന്ന് തന്നെ അത് ഇറങ്ങിയായിരുന്നു കറക്റ്റ് 11 മണിക്ക്. അപ്പോൾ എൻ്റെ തലയുടെ ലെവലിൽ വിടുന്നിരിക്കും. മേലോട്ട് കൈ കാണിച്ചാലോ? അതാണ് ചേട്ടാ.
പോകണ്ട നമ്മള്. നമ്മൾ ഏത് കായൽക്കരയിൽ നിന്നാണോ കയറിയത് അവിടെ തന്നെ നമ്മളെ തിരിച്ച് ബോട്ട് കൊണ്ട് വിട്ടായിരുന്നു. നമ്മളെ വണ്ടി അവിടെ സേഫാണ്. നമ്മളെല്ലാം ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് യാത്രയായി. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കയറിയത് അടിമലത്തുറ ബീച്ചിലായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തെ മറ്റു ബീച്ചുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശാന്തത ഇവിടെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഐ ലവ് അടിമലത്തുറ എന്ന ബോർഡ് വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് അവരിവിടെ. ഈ കടലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കുരിശടിയും ഈ തീരത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. പിന്നെ പള്ളിയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന കടൽ കാഴ്ചകൾ ശരിക്കും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒന്നാണ് ഇവിടുത്തെ ഈ ഒരു ദൃശ്യാനുഭവം. പച്ചപ്പും അതേപോലെ തന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന സമയം ഒരു ഉച്ച സമയമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മേളിലെ പടിയൊക്കെ ചവിട്ടി നമ്മൾ ആ ഒരു ഗ്രോട്ടോയുടെ ഭാഗത്ത് കയറി നിന്നപ്പോഴത്തേക്കും ആ ചൂടേ നമുക്കവിടെ ഫീൽ ചെയ്യുന്നില്ല. മൊത്തത്തിലുള്ളൊരു കാറ്റാണ് ഇവിടെ കിട്ടുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്ന്. നല്ലൊരു പെർഫെക്റ്റ് സ്പോട്ടാണ് കേട്ടോ നമുക്കിവിടെ. അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആകാശ ദൃശ്യം ഞാൻ ഡ്രോൺ ഷോട്ടിലൂടെ ഇവിടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല നാടൻ ഊണ് കഴിച്ചു എല്ലാവരും. ഒത്തിരി മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ചെറിയ യാത്ര അവസാനിക്കുന്നത്. ചിരികളും കളികളും സൗഹൃദവും നിറഞ്ഞ ഈ ഒരു ട്രിപ്പ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.